പാലുൽപാദനത്തിൽ കേരളം സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന്റെ ഭാഗമായാണ് ക്ഷീരമേഖലയിലും വാതിൽപ്പടിക്കലേക്കുള്ള സേവനങ്ങൾ എത്തിക്കുന്ന പദ്ധതി നടപ്പാക്കിയതെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. ആശ്രമം മൈതാനത്ത് തുടരുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഭാഗമായി മൃഗസംരക്ഷണം, ക്ഷീരവികസന വകുപ്പുകൾ സംയുക്തമായി സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പാലുൽപാദനത്തിൽ കേരളം സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന്റെ ഭാഗമായാണ് ക്ഷീരമേഖലയിലും വാതിൽപ്പടിക്കലേക്കുള്ള സേവനങ്ങൾ എത്തിക്കുന്ന പദ്ധതി നടപ്പാക്കിയതെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് ആശ്രാമ മൈതാനത്ത് തുടരുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഭാഗമായി മൃഗസംരക്ഷണ, ക്ഷീരവികസന വകുപ്പുകൾ സംയുക്തമായി സംഘടിപ്പിച്ച പാലുൽപാദനത്തിന് നൂതന സാങ്കേതിക വിദ്യകൾ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാലിസംരക്ഷണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും സേവനങ്ങളും ഓൺലൈനിലൂടെ ലഭ്യമാക്കുന്ന രീതി കൂടുതൽ വികസിപ്പിക്കുമെന്നും കാലാനുസൃതമായ മാറ്റങ്ങൾ മേഖലയിൽ അനിവാര്യമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ആ കോൾ സെന്ററിൽ മാത്രം വിളിച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വാഹനം കഴിയും. ഇത്തവണ ഞങ്ങൾ വാഹനത്തിൽ കുറച്ച് മരുന്നുകൾ കൂടി വയ്ക്കുവാനുള്ള സംവിധാനമുണ്ട്. ഒരു പശു വീണുപോയാൽ അതിനെ പൊക്കിയെടുക്കുവാൻ പറ്റാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ഞങ്ങളതിൽ ക്രമീകരിക്കുകയാണ്. ആ നിലയിൽ ക്ഷീര കർഷകന് അടിയന്തര സഹായം കിട്ടത്തക്ക നിലയിലുള്ള സംവിധാനങ്ങൾ നമ്മുടെ വെറ്ററിനറി ആംബുലൻസുകൾ വഴി നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇതൊക്കെ കൊടുത്തുകൊണ്ടാണ് കേരളത്തിലെ ക്ഷീര കർഷകരെ സഹായിക്കുന്ന വലിയ ഉത്തരവാദിത്വത്തിലേക്ക് ഈ ഗവൺമെൻറ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഞാൻ എല്ലാ പദ്ധതികളുടെ കാര്യങ്ങളും ഇപ്പോൾ ഈ അവസരത്തിൽ പറയുന്നുണ്ട്. എന്നാലും നമ്മുടെ പത്രത്തിൻ്റെ ഈ സമൃദ്ധ എന്ന് പറഞ്ഞൊരു വലുതായ പദ്ധതിക്ക് നമ്മൾ തുടക്കമിട്ടു. 7.5 കോടി രൂപയ്ക്കാണ് ആ പദ്ധതിക്ക് തുടക്കമിട്ടെങ്കിലും നമുക്കറിയുന്നത് അത് പൂർത്തീകരണം വേണ്ടതാണ്. മൃഗക്ഷേമ ബോർഡംഗം ആർ വേണുഗോപാൽ ക്ലാസ് എടുത്തു. LMTC കൊട്ടിയം അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ KG പ്രദീപ്, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ AL അജിത്, ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ S മഹേഷ് നാരായണൻ, മൃഗസംരക്ഷണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ഷീബ P ബേബി, ഡോക്ടർ S പ്രമോദ്, A അനീഷ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.